ഇന്നത്തെ വീഡിയോ മുടിക്ക് ഉണ്ടാവുന്ന വിവിധ തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്കുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ, മുടി ഒട്ടും തന്നെ വളരാതെ മുരടിച്ച് പോകുന്ന ഒരവസ്ഥ, നമ്മൾ കഷണ്ടിയിലേക്കൊക്കെ എത്തിപ്പോകുന്ന ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഹെയർ സിറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് തേക്കുകയാണെങ്കിൽ മുടിയുടെ എല്ലാ തരം പ്രശ്നങ്ങൾക്കും ഒരവസാനം തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ മുടി നല്ല ഉള്ളും നീളമൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് മുടി പെട്ടെന്ന് തന്നെ ചിക്കായി പോകുന്ന ഈ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ, മുടി ഇങ്ങനെ കെട്ടി പോകുന്നത്, അതിനൊക്കെ ഉള്ളൊരു ഉത്തമ പരിഹാരമാണ് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല ഉള്ളോടുകൂടെ വളരെ മാത്രമല്ല നമ്മുടെ മുടീൻ്റെ സ്പ്ലിറ്റ്നെസ്, ഡ്രൈനെസ്, താരൻ, അകാലനര ഇവയൊക്കെ പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് വല്യുള്ളിയാണ്. വലിയ വെല്ലുള്ളിയാണെങ്കിൽ ഒന്നെടുത്താൽ മതി. ഞാൻ ചെറുതായതിനെ കൊണ്ട് ഒരു 1.5 കഷ്ണമാണ് കേട്ടോ എടുക്കുന്നത്. നമ്മുടെ മുടീൻ്റെ ലെങ്ത്തിനും അതേപോലെ ഉള്ളിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. ഇത് തികച്ചും നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു 5 പൈസ ചിലവില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ മിതമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം തയ്യാറാക്കുന്നതാണ് കേട്ടോ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ്. നമ്മുടെ മുടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരു മാസം തേച്ചാൽ മാത്രം മതി കേട്ടോ. ഈ ഒരു 1.5 കഷ്ണം വെല്ലുള്ളി ഞാനത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ട് നല്ല വെള്ളം കൂട്ടാതെ നല്ല രീതിക്ക് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ല എങ്കിൽ ജെല്ലുണ്ടെങ്കിൽ ജെല്ലെടുക്കുക കേട്ടോ. പിന്നെ അലോവേര നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മഞ്ഞ ഇതുണ്ടാവില്ലേ, അത് കളയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മുടെ മുടിക്ക് നല്ലതല്ല. അപ്പോൾ അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം അലോവേര എടുക്കുക. അലോവേരേൻ്റെ ജെല്ലാണ് നമുക്ക് വേണ്ടത്. ഇതൊന്ന് ചെറിയ കഷ്ണാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലൊന്ന് എടുക്കണം കേട്ടോ. അപ്പം ഇത് തികച്ചും നാച്ചുറലായത് കൊണ്ട് തന്നെ നമ്മളെ മുടിക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മുടി നല്ല ഉള്ളോടുകൂടെ വളരുകയും ചെയ്യും. മുടിക്ക് ഉണ്ടാവുന്ന താരനൊക്കെ ഈ ഒരു വല്യുള്ളി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആയതിനെ കൊണ്ട് തന്നെ നമ്മളെ താരൻ പൂർണ്ണമായിട്ട് തന്നെ 1-2 പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴേക്ക് തന്നെ താരൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു അതിൻ്റെ ഉള്ളിലുള്ള ജെല്ലൊക്കെ എടുക്കുന്നുണ്ട്. വല്യുള്ളീൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. വല്യുള്ളി നമ്മൾ ആഴ്ചയിൽ 2 വട്ടമൊക്കെ വെച്ച് തേക്കുകയാണെങ്കിൽ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറിക്കിട്ടും. നമുക്ക് ബേബി ഹെയർസൊക്കെ വരുന്നത് ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് വല്യുള്ളി ഒരിക്കലും സ്ഥിരമായിട്ട് തേക്കാൻ പാടില്ല. അതുമാത്രമല്ല വല്യുള്ളി സ്വന്തമായിട്ട് ഡയറക്റ്റായിട്ട് എടുത്ത് തലയിലേക്ക് അപ്ലൈ ചെയ്യാനും പാടില്ല. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും നമ്മൾ തേക്കുന്ന ഓയിലൊക്കെ മിക്സ് ആക്കിയിട്ട് മാത്രമേ തേക്കാൻ പാടുള്ളൂ. ഇതിൽ സൾഫറിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സൈഡ് എഫക്റ്റും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് വല്യുള്ളി ഡയറക്റ്റായിട്ട് നമ്മൾ തേക്കാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4 പനിക്കൂർക്കേൻ്റെ ഇലയാണ് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ചിലർക്ക് ഇതൊരു ഹെയർ സിറം ആയതിനെ കൊണ്ട് തന്നെ ചിലർക്ക് ഇത് തേച്ച് നമ്മൾ 1/2 മണിക്കൂർ നേരം തലയിൽ പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ നീർക്കെട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പനിക്കൂർക്ക ചേർത്തിട്ടുള്ളത്. പനിക്കൂർക്കം നമ്മുടെ മുടി വളർച്ചയ്ക്ക്, മുടിക്ക് കറുപ്പ് കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം പനിക്കൂർക്കയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു വല്യുള്ളി ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ട് എടുക്കണം. ഇതിൻ്റെ നീര് മാത്രമായിട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം അതൊന്ന് അരിച്ചിട്ട് അതിൻ്റെ നീരെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനത് ഒരരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പനിക്കൂർക്ക ചേർക്കുന്നത് കൊണ്ട് തന്നെ നീർക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ 1/2 മണിക്കൂറെങ്കിലും തലയിൽ തേച്ചിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. മസാജ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നമ്മൾ വെറുതെയെങ്കിലും കൈവച്ചിട്ട് വെളിച്ചെണ്ണ നമ്മൾ തേക്കുന്ന ഓയിൽ തേച്ചിട്ട് തല മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് മുടിക്കുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പം ഞാനിതാ ഈ ഒരു അലോവേരേൻ്റെ ജെല്ലും ഈ ഒരു പനിക്കൂർക്കേൻ്റെ ഇലയും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണ്ടവർക്ക് അരിക്കുക, ഞാനിവിടെ അരിക്കുന്നില്ല. അപ്പം ഇത് അരിക്കാതെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചേർത്തിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെ മുടിക്ക് ഒത്തിരി ആശ്വാസമേകുന്ന സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ മുടീൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ഒരു വല്യുള്ളി ആയാലും അലോവേര ആയാലും അതേപോലെ തന്നെ പനിക്കൂർക്ക ആയാലും. നമ്മൾ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ പനിക്കൂർക്കേൻ്റെ ഇല ചേർക്കുന്നുണ്ട്. അപ്പം പനിക്കൂർക്കേൻ്റെ ഇല നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കട്ടൻ ചായയാണ്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു വലിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത് ചായപ്പൊടി. ഇത് നല്ല തരിയുള്ള ചായപ്പൊടി ആയതിനെ കൊണ്ടാണ് 1 സ്പൂൺ എടുത്തിട്ടുള്ളത്. നമ്മുടെ മറ്റേ ചായപ്പൊടി ആണെങ്കിൽ 2 സ്പൂൺ എടുക്കുക കേട്ടോ. ഇനി ഈ ഒരു 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളമായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ.
അപ്പോൾ അതായത് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി 1/2 ഗ്ലാസ് വെള്ളത്തോളം ആയിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെക്കണം. ജസ്റ്റ് ഒന്ന് ചൂട് തണിയണം, നല്ലപോലെ ചൂട് തണിയണ്ട. ചെറു ചൂടോടെ വേണം നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളിനീരിൻ്റെയും അലോവേരൻ്റെയും മിശ്രിതത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറു ചൂടോടെയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ചൂടൊക്കെ ഒന്ന് തണിഞ്ഞ ശേഷം, നല്ലോണം തണിയേണ്ട, ഒരു ചെറു ചൂടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറു ചൂടോടെ തന്നെ ഞാനിതൊരു അരിപ്പയിൽ വെച്ച് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ 1 മാസം അത് തേക്കണം കേട്ടോ. ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് തേക്കുക. 1 മാസം തേച്ചാൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയും. ഇത് 2-3 പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴേക്ക് തന്നെ താരൻ പൂർണ്ണമായിട്ട് പോവുകയും ചെയ്യും. കുഞ്ഞു കുഞ്ഞു മുടികൾ വരുന്നതായിട്ടൊക്കെ കാണാം. അതേപോലെ തന്നെ പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തലയിൽ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല. മുടീൻ്റെ അറ്റം വിളരുന്ന അതൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഞാൻ തേച്ച് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടാണ് കേട്ടോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു കോട്ടൺ പഞ്ഞി എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിൽ എല്ലായിടം എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് സ്കാൽപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിനിപ്പോൾ കോട്ടൺ ഇല്ലാത്തവരാണെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് വെച്ചിട്ടും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊന്ന് അരിക്കേണ്ടി വരും. കാരണം ഈ ഒരു ഇലേൻ്റെ ഇതൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ അതിലൂടെ സ്പ്രേ ചെയ്യുമ്പം വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ടൊന്ന് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തന്നെ സ്പ്രേ ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം മസാജ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് മുടിക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വെറുതെ ആവില്ല. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചിലപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമ്മൾ താരനൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ ഇത് മാത്രം മതി. കട്ടൻ ചായ ആണെങ്കിലും മുടിക്ക് വളരെ നല്ലതാണ്. കട്ടൻ ചായ മാത്രമായിട്ട് നമുക്ക് വെറുതെയെങ്കിലും ചില 2 പ്രാവശ്യമൊക്കെ കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് തല കഴുകുന്നത് നല്ലതാണ് കേട്ടോ. മുടിക്ക് ഉണ്ടാവുന്ന ഈ ഒരു താരനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും കട്ടൻ ചായ വളരെ ഉപകാരമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.